നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കെ സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായതോടെയാണ് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായി ഒഴിയുകയും MMSന് താൽക്കാലിക ചുമതല നൽകുകയും ചെയ്തത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വോട്ടെടുപ്പ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ ആ സ്ഥാനം തിരിച്ചേൽക്കേണ്ടതാണ്. പക്ഷേ അങ്ങനെ ഒഴിയാൻ MMSന് തയ്യാറായിട്ടില്ല. അങ്ങനെ ഇപ്പോൾ എന്തായാലും പുതിയ സ്ഥാനം, പഴയ സ്ഥാനം തിരിച്ച് കെ സുധാകരന് ലഭിച്ചിട്ടുമില്ല. KPCC അധ്യക്ഷ സ്ഥാനത്ത് ഒരു മാറ്റം വേണം എന്നുള്ള ചർച്ച കഴിഞ്ഞ കുറേ കാലമായി തന്നെ കോൺഗ്രസിനകത്ത് ശക്തമായി തന്നെയുണ്ട്. പ്രത്യേകിച്ച് A ഗ്രൂപ്പിനകത്തും അതിശക്തമായി തന്നെയുണ്ട്. ഹൈക്കമാൻഡിൻ്റെ തീരുമാനവും ഈ വിഷയത്തിൽ നിർണായകമാണ്. എന്തായാലും ഒരു അനിശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഇനി ഫലം വരട്ടെ, ഫലം വന്നിട്ട് തീരുമാനിക്കാം എന്നുള്ള നിലപാടിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരനെ മാറ്റുമോ? മാറ്റുമെങ്കിൽ പകരം ആര് വരും? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ചാത്തന്നൂരിൽ നിന്നും രാധാകൃഷ്ണനാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട അസാധാരണമായ നീക്കങ്ങൾ താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരന് ഒരു മാറ്റം ഉണ്ടാകുമോ? തീർച്ചയായും സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റും. അതിന് തക്കതായ കാരണമുണ്ട്. വളരെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ശാരീരിക അവസ്ഥയ്ക്കൊക്കെ വളരെ പ്രശ്നമുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു KPCC പ്രസിഡന്റ് നിരക്കുന്ന രീതിയിലല്ല പറയുന്നത്. അദ്ദേഹത്തിന് BJPയോടുള്ള താല്പര്യവും അദ്ദേഹം പഴയ BJPക്കാരനായിരുന്നു എന്നും ഇരിക്കേണ്ട BJP പോകുന്നതിന് കുഴപ്പം എന്നൊക്കെ അദ്ദേഹം വളരെ ധിക്കാരത്തോടെ ചോദിച്ച കാലം മുതൽ തന്നെ കെ സുധാകരൻ കോൺഗ്രസിന് അനഭിമതനായി കഴിഞ്ഞു. ഇത് ഇപ്പൊ തെരഞ്ഞെടുപ്പോടെ വന്ന് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത് ഒരു കാരണമാക്കിക്കൊണ്ട് അദ്ദേഹത്തെ ഈ കേരള രാഷ്ട്രീയത്തിന്റെ ചിത്രത്തിൽ നിന്നും കെ സുധാകരൻ മാറാൻ പോവുകയാണ്. സമവായ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് MM ഹസൻ തുടരുക തന്നെ ചെയ്യും. അത് വ്യക്തമായിട്ട് ഇതൊരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാമല്ലോ. അതിന്റെ വ്യക്തമായ നീക്കമല്ലേ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു മര്യാദ അനുസരിച്ച് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ സ്ഥാനം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കേണ്ടതല്ലേ ഒരു താൽക്കാലിക പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക്. അപ്പൊ കുറെ നാളായി അദ്ദേഹം കോൺഗ്രസിന് അനഭിമതനായി. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ദീപ് കൂടി ചേരുന്നുണ്ട്. പ്രദീപാണ്. ശ്രീ പ്രദീപ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരന് മാറേണ്ടി വരുമോ? നമസ്കാരം. നമസ്കാരം. ഇത് അറിഞ്ഞോടാത്ത ചോദിക്കുക. ഇതൊക്കെ ഒരു സാധാരണ മലയാളി ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ്. KPCCയിൽ ആര് മാറിയ ഇവിടെ ആർക്കെന്താണ് സുഹൃത്തെ? അങ്ങനെ പറയാൻ കഴിയുമോ ശ്രീ പ്രദീപ്? കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിനെ ആര് നയിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ CPMനെ ആര് നയിക്കുന്നു എന്നുള്ളത്, ഈ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളെ ആര് നയിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമല്ലേ? ജനത്തിന് അറിയാൻ താല്പര്യമില്ലേ? അവരുടെയൊക്കെ സ്വാഭാവികമായും അവരുടെ രീതികളും ഒക്കെ ആ പാർട്ടിയൊക്കെ ബാധിക്കില്ലേ? നോക്കൂ, ഇവിടെ ചൂട് കൊണ്ട് മനുഷ്യനിരിക്കാൻ പറ്റുന്നില്ല ആൾക്കാർക്ക്. കറണ്ട് ബില്ല് കൊണ്ട് ആൾക്കാർക്ക് താങ്ങാൻ പറ്റുന്നില്ല. മേയറിന്റെ വിഷയമുണ്ട്. അതേപോലെ എന്തെല്ലാം വിഷയം രാവിലെ കേസുണ്ട്. നമുക്ക് എത്രയോ നല്ല നമ്മൾ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തല്ലേ? ചൂട് ചർച്ച ചെയ്തതാണ്, ലാവ്ലിൻ കേസ് ചർച്ച ചെയ്തതാണ്, അതോടൊപ്പം തന്നെ മേയറുടെ ഇഷ്യൂ ചർച്ച ചെയ്തതാണ്. ഒരേ വിഷയം തന്നെ എല്ലാ ദിവസവും ചർച്ച ചെയ്യാൻ കഴിയില്ലല്ലോ. അല്ല കിരൺ, പൊതുവേദി എന്തായാലും ചർച്ച ചെയ്തില്ല. ഞങ്ങളൊക്കെ ആകാംക്ഷയോടെ വായ്ത്താരിയായിട്ട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുന്ന വിഷയങ്ങളൊക്കെയാണ് ഇത്. എന്തായാലും കുഴപ്പമില്ല, ആരോ ആയിക്കോട്ടെ. താങ്കൾ ഏത് വിഷയമാണ് ചർച്ച ചെയ്തില്ല എന്ന് പറയുന്നത്? താങ്കൾ പറഞ്ഞു മേയർ വിഷയം ചർച്ച ചെയ്തില്ല. മേയർ വിഷയം ചർച്ച ചെയ്ത് താങ്കൾ കഴിഞ്ഞ ഒരാഴ്ചത്തെ നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ്. ഒരാഴ്ചത്തെ യൂട്യൂബിലെടുത്തിട്ട് നമ്മുടെ ന്യൂസ് 18 പൊതുവെ നോക്കുക. അതിനകത്ത് മേയർ വിഷയം ചർച്ച ചെയ്തതിലേ നോക്കുക. അപ്പോൾ താങ്കൾക്ക് ബോധ്യമാവും. ശരി, ആയിക്കോട്ടെ. എന്തായാലും ഒരു കാര്യം പറയാം, ഈ KPCC അല്ല, ഇതിപ്പോ കോൺഗ്രസിൽ ആര് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും സാധാരണ ജനങ്ങളെ ബാധിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവരാരെങ്കിലൊക്കെ വെച്ചോട്ടെ, ആരെങ്കിലും ഒരു നേതാവ് വേണ്ടേ? എന്തായാലും KPCCക്ക് ഒരു പ്രസിഡന്റ് വേണം. ഇതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണ ജനങ്ങൾക്ക് വലിയ പ്രത്യേകിച്ച് ഒരു വിഷയമുള്ളതല്ല. എന്തായാലും സന്തോഷം. ശരി, ഓക്കെ. എന്നാലും താങ്കളുടെ അഭിപ്രായം അങ്ങനെ സാധാരണ ജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയം തന്നെയാണ്. കേരളത്തെ നിയന്ത്രിക്കുന്നത് സ്വാഭാവികമായും ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെയാണ്. ആ പാർട്ടിയുടെ തലപ്പത്ത് ആര് വരുന്നു എന്നുള്ളതൊക്കെ വലിയ വിഷയം തന്നെയാണ്. അത് തള്ളിക്കളയാവുന്നൊരു വിഷയം അല്ല. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. ദാസനാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? പ്രത്യേകിച്ച് ഒരു കണ്ണൂരുകാരൻ കൂടിയാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ. അദ്ദേഹത്തിന് ആ സ്ഥാനം മടക്കി കിട്ടുമോ, അതോ അദ്ദേഹത്തിന് KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരുമോ? സുധാകരന് ഒന്നാമത് പ്രതിപക്ഷ നേതാവിന്റെ പിന്തുണ തീരെയില്ല. കോൺഗ്രസിൽ എല്ലാവരും വാളെടുത്ത ആളെല്ലാം വെളിച്ചപ്പാട്. ആർക്കും സുധാകരൻ നല്ല ഒരു ഈ കോൺഗ്രസ് നയിക്കാൻ പറ്റിയ ഒരു ആളേനാണ്, നമുക്കൊക്കെ അറിയാം. പക്ഷേ ഈ കോൺഗ്രസ് നടക്കുക. ജൂൺ 4 ഇലക്ഷൻ റിസൾട്ട് വരുന്നതോട് കൂടിയിട്ട് കോൺഗ്രസിൽ കൂട്ടടിയായിരിക്കും. മെഡിക്കൽ കോളേജിലും ICUയിലൊക്കെ പല ആളും ആവും. കാരണം അമ്മാതിരി അവസ്ഥയിലാണ് പോകുന്ന കാര്യങ്ങൾ. ഇവൻ തന്നെ നമ്മുടെ മുരളീധരൻ തന്നെ ആദ്യം തുടങ്ങും പൊട്ടിക്കായി. തൃശ്ശൂരായിട്ട് മുരളി തോറ്റാല് അന്ന് തുടങ്ങും കോൺഗ്രസ് നേടി. ആരൊക്കെ തന്നൊക്കെ അവർക്ക് പറയാൻ പറ്റില്ല.
സുധാകരൻ ഇങ്ങനെ ചെയ്യുന്നത് ശരിയില്ല. കോൺഗ്രസിന് നല്ല കുറച്ചുകൂടെ ഒരു അന്തസ്സായിട്ട് പോണെങ്കിൽ സുധാകരൻ തന്നെ തിരിച്ച് പെട്ടെന്ന് തന്നെ കൊണ്ടുവന്നു. നമ്മൾ പണ്ടറിയില്ലേ, ഈ ചെന്നിത്തല ഹരിപ്പാട് മത്സരിക്കുന്ന സമയത്ത് ചെന്നിത്തല പ്രസിഡന്റ് സ്ഥാനത്ത് മാറിയെന്നു. മാറി ഇലക്ഷൻ കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ പക്ഷേ ഈ കെ മുരളീധരനൊക്കെ ഉന്നയിച്ച വിഷയങ്ങൾ തൃശ്ശൂരിലുള്ള 10,250 ബൂത്തുകളുള്ളതിൽ 300 ബൂത്തുകളിൽ പ്രത്യേകിച്ച് ഭാരവാഹികളോ അല്ലെങ്കിൽ അവിടെ പ്രവർത്തനമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സംഘടനാ സംവിധാനം കേരളത്തിൽ പല സ്ഥലത്തും KPCയുടെ വളരെ ദുർബലമാണ്. അതിന് അത്തരമൊരു സംഘടനാ സംവിധാനം ഉണ്ടാക്കാൻ കെ സുധാകരന് കഴിഞ്ഞില്ല എന്നുള്ള വിമർശനം കൂടിയുണ്ട്. പക്ഷെ ഈ തൃശ്ശൂര് പ്രതാപന്റെ വകയിൽ വോട്ട് ശരിക്കും മറിച്ചിട്ടുണ്ട്. പ്രതാപന് മനസ്സിൽ വല്ലാതെ പ്രയാസമുണ്ട്, പുറത്ത് പറയുന്നില്ലാന്നേ ഉള്ളൂ. അങ്ങനെ പറയാൻ കഴിയും. പ്രതാപനെ സംബന്ധിച്ച് നമ്മളൊക്കെ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ പ്രതാപൻ ഈ രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല എന്നുള്ള മട്ടിലാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്ന ഒരാളിന് മാറി നിൽക്കാൻ കിട്ടിയ ഒരു അവസരം കൂടിയല്ലേ. സുരേഷ് ഗോപി ജയിക്കുന്ന അവസാന ഘട്ടത്തിലെ റിപ്പോർട്ട്. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ അങ്ങനെ കരുതുന്നു. എന്തായാലും നമുക്ക് റിസൾട്ട് വരുമ്പോൾ അറിയാം ആര് ജയിക്കും തൂക്കും എന്നൊക്കെ. നമുക്ക് മറ്റു പ്രേക്ഷകരുണ്ട്. തൃശ്ശൂരിൽ നിന്നും ശിവജിയാണ്. ശ്രീ ശിവജി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരന് ഒരു മാറ്റം ഉണ്ടാകുമോ? ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് വരുന്നതിന് മുൻപ് കരുതിയിരുന്നത് സുധാകരൻ വരുമെന്ന്. KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിന് മുൻപ് ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങളൊക്കെ വരുമെന്നാണ്. പക്ഷെ വന്നു കഴിഞ്ഞപ്പം തീരെ അവശ്യ നിലവാരത്തിലേക്ക് കോൺഗ്രസ് പോകുന്നതായിട്ടാണ് കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്തായാലും മാറ്റുന്നതായിരിക്കും നല്ലത്. ശരി, മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. വടകരയിൽ നിന്നും ശ്രീ ബാലകൃഷ്ണനാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? KPCC അധ്യക്ഷ സ്ഥാനം ഇനി കെ സുധാകരന് മടക്കി ലഭ്യമാവാത്ത ഒരവസ്ഥ ഉണ്ടാകുമോ? നമസ്കാരം സാർ. നമസ്കാരം. അതൊക്കെ കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നമല്ലേ സാർ? പക്ഷെ കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, കോൺഗ്രസിന് അടുത്ത ഒരു ഭരണത്തിന് കേരളത്തിൽ ഒരു സാധ്യത ഉണ്ടാവും ഈ തെരഞ്ഞെടുപ്പുള്ളൂ. അപ്പോ കോൺഗ്രസിലെ കേൾക്കാമോ സാർ? കേൾക്കാം, ധൈര്യത്തെ പറഞ്ഞോളൂ. കോൺഗ്രസിലെ പല നേതാക്കന്മാർക്കും കസേര, മുഖ്യമന്ത്രി കസേരയാണ് ലക്ഷ്യം. ഇപ്പൊ തന്നെ നമ്മുടെ ബഹുമാനായ KC വേണുഗോപാൽ സാറില്ലേ, അദ്ദേഹത്തിന് വരെ കേരളത്തിലെ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ഒരു ആഗ്രഹമുണ്ട്. കേരളത്തിൽ ഇൻകേസ് അല്ല, കേരളത്തിൽ സാധ്യത തന്നെയാണ് 2021-ൽ 26-ല് UDF തന്നെയാണ് സാധ്യത. അങ്ങനെ ഭരണം കിട്ടിയാൽ തന്നെ മുൻ പ്രേക്ഷകൻ നമ്മുടെ കണ്ണൂർക്കാരൻ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ അടിയാണ് ഉണ്ടാവുക. ഇപ്പം തന്നെ തൃശ്ശൂർ സുരേന്ദ്രൻ മുരളി തോച്ചു കഴിഞ്ഞാൽ തന്നെ ഇവിടെ പ്രശ്നമാണ്. പക്ഷെ അതൊരു പരിധി വരെ 2026 വരെ അടക്കി പിടിക്കും. പക്ഷെ ആ 26-ൽ അധികാരത്തിൽ വന്നാൽ ഈ അധികാര കസേരക്ക് വേണ്ടിയുള്ള കടിപിടി അവർ കൂടും. അതാണ് ഇവരുടെ പ്രശ്നം. അവരെ പ്രസിഡന്റിനെ അവരാരാക്കിയാൽ അത് അവരെ ആഭ്യന്തര പ്രശ്നം, അതിൽ ആർക്കും ഇടപെടാൻ അവകാശമില്ല അവർക്കല്ലാതെ. പിന്നെ വേറൊരു കാര്യം കൂടി സാറ് മനസ്സിലാക്കേണ്ടത്, ഇതുപോലൊരു ചെറിയ സ്റ്റേറ്റില് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പറ്റാത്ത കോൺഗ്രസ് എങ്ങനെയാ സാർ രാജ്യം ഒട്ടാകെ നിയന്ത്രിച്ച് ഒരു ഭരണം നടത്തുക? ഇതാണ് ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ശരി, ഓക്കെ. മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. വെള്ളമുണ്ടയിൽ നിന്നും ശ്രീ സൂപ്പിയാണ്. ശ്രീ സൂപ്പി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കെ സുധാകരന് ഇനി KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുകയാണോ? ശരിക്കും സുധാകരനെ മാറ്റണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം സുധാകരൻ ഏറ്റെടുത്ത അന്ന് മുതൽ തന്നെ കോൺഗ്രസ് പ്രശ്നമാണ്. കാരണം ഒരു വാർഡ് അടിസ്ഥാനത്തിൽ കമ്മിറ്റി ഉണ്ടാക്കുന്നുണ്ട്, ഒരു വാർഡ് നിശ്ചലമായി ചലിച്ചിട്ടില്ല. പിന്നെ ഈ MMSനെ സംബന്ധിച്ച് MMS പോരാ, ശരിക്കും പറഞ്ഞാൽ പാർട്ടിയെ കൊണ്ടുപോകാനൊന്നും അദ്ദേഹത്തിന് കഴിവില്ല. അതുപോലുള്ള നേതാക്കന്മാരാണ് വീണ്ടും കൊണ്ടുവരുന്നത്. പിന്നെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിട്ട് എന്നും സുധാകരനായിട്ട് ഫൈറ്റിങ്ങാണ്. അപ്പൊ അങ്ങനത്തെ പ്രതിപക്ഷ നേതാവും സുധാകരനുമായിട്ട് ഏത് അടിസ്ഥാനത്തിലാണ് ഇവിടെ കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ കഴിയാതാണ് ചോദ്യം. പത്തനംതിട്ടയിൽ നിന്ന് ശരത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീ ശരത്ത്, താങ്കൾക്ക് എന്താണ് വിഷയത്തിൽ പറയാനുള്ളത്? നാളെ സുധാകരൻ ചുമതലയേക്കുമെന്ന് നാളെ എല്ലാ മനോരമ ന്യൂസിനകത്തുണ്ടായിരുന്നല്ലോ ഇന്നലെ സുധാകരൻ ചൊവ്വാഴ്ച ചുമതലയേക്കുമെന്ന്. പിന്നെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടെന്തോ കാര്യം? അങ്ങനെ ചുമതലയേൽക്കുന്നുള്ള തീരുമാനം എന്തായാലും ഇതുവരെ ഉണ്ടായതായി കോൺഗ്രസ് ഔദ്യോഗികമായി എവിടെയും പറയുന്നില്ല. മലയാള മനോരമ ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. എന്തായാലും ഞങ്ങൾക്ക് ഇതുവരെ അങ്ങനെ ഒരു വിവരം കൃത്യമായി നാളെ ചുമതലയേൽക്കും എന്ന് പറഞ്ഞില്ല. ചുമതലയേക്കുമെന്ന് മനോരമ ന്യൂസിനകത്ത് ഇന്നലെ ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടാണ് ഞാൻ വിളിച്ചത് തന്നെ. അപ്പൊ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ന്യൂസ് കോൺഗ്രസിനെതിരെ ഈ ഇലക്ഷൻ സമയത്ത് തൊട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കോൺഗ്രസിനെതിരെ ന്യൂസുകൾ സൃഷ്ടിക്കുന്നുണ്ട്. അതെ, ഞങ്ങൾ എവിടെയാണ് വായിച്ചത്? മനോരമ പത്രത്തിലോ അതോ ചാനലിലോ? ഒരു കോൺഗ്രസ് പ്രവർത്തന അല്ല, എന്റെ ചെറിയ സംശയം ശരത്ത്, താങ്കൾ എവിടെയാണ് വായിച്ചത്? പത്രത്തിലാണോ ചാനലിലാണോ? എന്തായാലും താങ്കൾ പറയുന്നത് അങ്ങനെ വാർത്ത ഉണ്ടായിരുന്നു. എന്തായാലും നമ്മളാരും അങ്ങനെ ഒരു വാർത്ത അങ്ങനെ ഒരു പത്രത്തിൽ കണ്ടിട്ടില്ല. ഇങ്ങനെ അത് സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങളുള്ളത് സംബന്ധിച്ച് വാർത്തകൾ മാധ്യമങ്ങളിലും പത്രങ്ങളിലും ചാനലുകളിലും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്.
അക്ബർ അലിയാണ് പാലക്കാട് നിന്നും. ശ്രീ അക്ബർ അലി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കെ സുധാകരനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സാധ്യതയുണ്ടോ? ഇവര് പറഞ്ഞ അധികാര കൊതിയന്മാരാണ്. കാരണം ഇവരട്ടാ ഇവര് ഇപ്പൊ എം പി സ്ഥാനം കിട്ടി, മറ്റേ KPCC സ്ഥാനം കിട്ടി, ഇനി വീണ്ടും MP ആയ MP ആവും. എന്നാലും ഇവർക്ക് സ്ഥാനം പോയി സ്ഥാനം എപ്പോഴും വേണ്ടി വരും. കാരണം യുവാക്കളെ കൊണ്ടുവരുന്നില്ല, വനിതകളെ കൊണ്ടുവരുന്നില്ല. കാരണം എപ്പോഴും ഈ വലിയ വലിയ ആൾക്കാർ, അതിപ്പോ നമ്മളെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവിടെ വയനാട്ടില് മറ്റേ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്നാൽ ഇവിടുന്ന് എങ്ങനെയെങ്കിലും 10 സീറ്റ് പിടിക്കുക. അല്ല മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോയാലും കുഴപ്പമില്ല. അല്ല ഇവിടെ അവർക്ക് നല്ല നിൽക്കണം, എന്റെ ഏട്ട 10 സീറ്റ് എടുക്കണം. അങ്ങനെയുള്ള തീരുമാനമുള്ള അതിലെ കഴിവുകെട്ട കോൺഗ്രസ്സുകാരാണ് ഇവിടെ. എറണാകുളത്ത് നിന്നും കൃഷ്ണൻകുട്ടി എന്നൊരു പ്രശ്നം കൂടി ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കെ സുധാകരന് സ്ഥാനം തുടർന്ന് ലഭിക്കാൻ സാധ്യതയുണ്ടോ, അതോ പുതിയ KPCC അധ്യക്ഷൻ വരാൻ ഉള്ള സാധ്യതയാണോ? കേൾക്കാമോ? അദ്ദേഹത്തിന്റെ ടെലിഫോൺ ബന്ധത്തിൽ ചില തടസ്സങ്ങളുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഉണ്ണിയാണ് ചേരുന്നത്. ശ്രീ ഉണ്ണി, താങ്കൾക്ക് പറയാം. ഹലോ, ഈ സുധാകരനെ മാറ്റേണ്ട അത്യാവശ്യം കേട്ടോ. എന്താണ്? അതങ്ങനെയാ, അത് പുള്ളിക്ക് കലിപ്പ കൂടുതലായിട്ടും. എന്താണ്? പുള്ളിക്ക് അരിശവാ, എന്നാ പറഞ്ഞാലും അരിശമാണെന്ന്. അരിശപ്പെട്ട വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അത് സുധാകരനെ പണ്ട് കെ സുധാകരന്റെ ഒരു രീതിയല്ലേ, ഓരോരുത്തർക്കും ഓരോ രീതിയില്ലേ? അല്ല, അത് സുധാകരൻ പറ്റുന്ന കാര്യമല്ല. പറ്റുന്ന കാര്യമല്ല. സുധാകരനെ കൊണ്ടുവരാം. അതെ, ശരി, ഓക്കെ. എന്തായാലും താങ്കൾ കോൺഗ്രസിന്റെ പ്രവർത്തകനാണോ? അത്ര ഉറപ്പിച്ച് പറയുന്നില്ല. പക്ഷെ അത്ര ഉറപ്പിച്ചൊന്നും പറയുന്നില്ലേ? സുധാകരനെ കൊണ്ടുവരാം. ശരി, ഓക്കെ. എന്തായാലും അത് താങ്കളുടെ അഭിപ്രായം. നമുക്ക് എറണാകുളത്ത് നിന്നും ശ്രീ കൃഷ്ണൻകുട്ടി കൂടി ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾക്ക് അഭിപ്രായം പറയാം. എന്റെ ശബ്ദം കേട്ടില്ലല്ലേ? ഇല്ല, കേട്ടില്ല. എന്നെ വിളിച്ചാറേ, എനിക്ക് വ്യത്യസ്തമായിട്ടൊരു അഭിപ്രായമുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഈ തലമൂത്ത അല്ലെങ്കിൽ ഇത്രയും പ്രായമുള്ള ആൾക്കാരൊക്കെ മാറിക്കൊടുക്കേണ്ട സമയം സമാഗതമായി. പുതിയ പുതിയ ചെറുപ്പക്കാർ പറയും, ഷാഫിനെ പോലെയുള്ള, ബൽറാമിനെ പോലെയുള്ള ഇവർക്കൊക്കെ ഈ സ്ഥാനം കൊടുക്കണം. കുറച്ചും പറഞ്ഞ ഇവരും വനിതകളൊക്കെയാണ് രംഗത്തേക്ക് വരേണ്ടത്. സാറിന് അങ്ങനെ അഭിപ്രായമില്ലേ? ഏത് പാർട്ടിയിലായാലും ചെറുപ്പക്കാർ ധാരാളമായി രംഗത്ത് വരുന്നത് എന്തുകൊണ്ടായാലും നല്ലതാണ്. ചെറുപ്പക്കാരാണ് ഏത് പാർട്ടിയെ നയിക്കേണ്ടത്. ഒരു പ്രത്യേക പ്രായം കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള ആളുകളൊക്കെ പരമാവധി മാറി നിന്നോട്ട് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുക എന്നുള്ളതാണ് ആ പാർട്ടിയുടെ വളർച്ചയ്ക്കും എപ്പോഴും നല്ലത്. അതെ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ സാറേ? പറഞ്ഞു. ഞാൻ പറയണം, നമ്മുടെ ഈ നിങ്ങൾ മറ്റേ മേയർ വിഷയം എടുത്തില്ല, നിങ്ങൾ മേയർ വിഷയം എടുത്തതാ, നിങ്ങളെ ഞാൻ അപ്രീഷിയേറ്റ്. അതോടൊപ്പം തന്നെ ഈ സച്ചിൻ ദേവ് എന്ന് പറഞ്ഞ MLA ഉണ്ടല്ലോ, അവനെ കൊണ്ടൊരു ബൈറ്റ് എടുപ്പിക്കണം. അവന്റെ തരികിട പരിപാടി ജനങ്ങൾ അറിയട്ടെ കേട്ടോ സാറേ. അത് സച്ചിൻ ദേവിനെതിരെ അങ്ങനെ വേറെ ആക്ഷേപമൊന്നും കൊള്ളാവുന്ന MLA അല്ലേ? ആക്ഷേപമുണ്ട് സാർ, സാറിന് അറിയാത്തതുകൊണ്ട് ആക്ഷേപമുണ്ട്. സാറൊക്കെ ഒരു ബൈറ്റ് എടുപ്പിക്കും. ശരി, ഓക്കെ. എന്തായാലും നമ്മൾ അങ്ങനെ സച്ചിൻ ദേവിനെതിരെ അങ്ങനെ ഒരു ആക്ഷേപം കേട്ടിട്ടില്ല. സാധാരണഗതിയിൽ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനായ MLA എന്ന ഒരു പേര് കൂടിയുള്ള ആൾ കൂടിയാണ്. എന്തായാലും അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായി അത്തരം വാർത്തകളും നൽകാം. നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. സോമനാണ് പാലക്കാട് നിന്നും. ശ്രീ സോമൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കെ സുധാകരൻ വീണ്ടും KPCC അധ്യക്ഷ സ്ഥാനത്ത് തുടരാനുള്ള സാധ്യതയുണ്ടോ? സുധാകരൻ മാറണം. ഒരു പക്വത ഇല്ലാത്ത ഒരാളാണ് അയാൾ. അതെന്താണ് അങ്ങനെ പറയുന്നത്? നേതാവൊക്കെ പെട്ടെന്ന് ചാടിക്കേറി പറയും, ഒരു കാര്യഗൗരവം നോക്കലില്ല. പിന്നെ പ്രതിപക്ഷ നേതാവും അയാളൊരു ജോയിന്റ് ആയിട്ടല്ല പോണത്, അതിന് ഒരുമിച്ച് പോകേണ്ട ഒരു കോൺഗ്രസ് പാർട്ടിയാണ്. ഒക്കെ അധികാരം കിട്ടുന്നതിന് മുന്നേ പദവി ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് അവരൊക്കെ. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. കൊല്ലത്ത് നിന്നും ശ്രീ രാജൻ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാജൻ, താങ്കൾ ഈ വാർത്തയെല്ലാം കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് പറയാം. സാറേ, ഈ 75 വയസ്സ് കഴിഞ്ഞ് മുകളിലുള്ള ആൾക്കാരെ എല്ലാം മാറ്റണമെന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. പക്ഷെ അതുപോലുള്ള ആൾക്കാരെ വേണം. നമുക്ക് ആ ഡ്രൈവർ, KSRTC ഡ്രൈവർ യദൂരെ വെച്ചാൽ ഏതാണ്ട് സുധാകരനോടൊപ്പം കിടപിടിക്കുന്ന ആളാ. നല്ല ഭാഷ ഉപയോഗിക്കുന്ന ആളാ. സുധാകരൻ ഉപയോഗിക്കുന്ന പോലുള്ള തന്നെ ഭാഷ ഉപയോഗിക്കുന്ന ആളാ. അതിന് പറ്റിയ ആള് KPCC പ്രസിഡന്റ് ആകാൻ പറ്റിയ യോഗ്യനായ ആളാ യദു കൃഷ്ണൻ. പുള്ളിയെ ആക്കുന്ന എനിക്ക് നല്ല. പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിനോട് പറഞ്ഞ ID കാർഡ് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അപ്പൊ എത്രയും പെട്ടെന്ന് പുള്ളിയെ KPCCയുടെ പ്രസിഡന്റ് ആക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. എന്തായാലും നമുക്ക് മറ്റൊരു പ്രേക്ഷകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അടുത്ത പ്രേക്ഷകരിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് താൽക്കാലികമായി KPCC അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ ആളാണ് കെ സുധാകരൻ.
വോട്ടെടുപ്പ് കഴിഞ്ഞു, പക്ഷേ അദ്ദേഹത്തിന് സ്ഥാനം മടക്കി കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിന് പകരം പുതിയ പ്രസിഡന്റിനെ അന്വേഷിക്കുന്നു, അല്ലെങ്കിൽ അത്ര ഒരു തീരുമാനം വരും എന്നുള്ള ചില അഭ്യൂഹങ്ങൾ ശക്തമാണ്. ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. UC ജോസഫാണ് എറണാകുളത്ത് നിന്നും. ശ്രീ ജോസഫ്, താങ്കൾക്ക് പറയാം. ഇപ്പോൾ ഈ കേരളത്തിലെ തലമുതിർന്ന നേതൃത്വങ്ങളെ തൽക്കാലം മാറ്റി നിർത്തിക്കൊണ്ട് യുവജനങ്ങൾക്ക്, പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലരായ യുവ നേതാക്കന്മാർക്ക് ഇതിനുള്ള സ്ഥാനം കൊടുക്കുകയും വനിതകളെ കൂടെ പരിഗണിക്കുന്ന രീതിയിലേക്ക് മാറ്റുകയും ചെയ്യുക. കേരളം ഏതായാലും കോൺഗ്രസിന്റെ പിടിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ യുവജനങ്ങളെ കൈപിടിച്ചുയർത്താനുള്ളൊരു മനസ്സ് കാണിച്ചാൽ മാത്രമേ കേരളം രക്ഷപ്പെടുകയുള്ളൂ. ശരി, എറണാകുളത്ത് നിന്നും UC ജോസഫാണ് അഭിപ്രായം രേഖപ്പെടുത്തിയത്. മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കെ സുധാകരൻ തുടരുമോ അതോ മാറുമോ? ഈ കോൺഗ്രസ് ഒരിക്കലും ഈ അച്ചടക്കം എന്ന് പറയുന്നവർക്കില്ല, അത് സംശയമൊന്നുമില്ല. അത് ഇന്ന് വരെയും കണ്ടുവന്നിരിക്കുന്ന ഒരു കാര്യമാണ്. പണ്ടേ കോൺഗ്രസിന്റെ ഒരു പൊതുരീതി അങ്ങനെയൊക്കെ തന്നെയല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. അങ്ങനെ കാരണം ഞാൻ അതിന്റെ ചില നേട്ടങ്ങളോ അതിന്റെ ചില കോട്ടങ്ങളോ ആ പാർട്ടിക്കുണ്ട്. ഒരുപാടുണ്ട്. അതൊന്നും മാറ്റം വരുന്നേ ഇല്ല. അതൊക്കെ അതിന്റെ പ്രശ്നങ്ങള്. എന്തിനും ഏതിനും ഹൈക്കമാൻഡ് ഇടപെടണം. ഇവിടെ നിസ്സാര കാര്യങ്ങൾ ഇടപെട്ട് നന്നാക്കേണ്ട കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡ് വേണം. അവര് പറഞ്ഞാണ് കേൾക്കണ്ട. ഇപ്പൊ ഹൈക്കമാൻഡ് ഇപ്പൊ ലോ കമാൻഡായി മാറി. ഇപ്പോൾ അങ്ങനെ സ്ഥിതി. പിന്നെ സുധാകരൻ ഇതിന് കാര്യം കൊണ്ട് അത് ബുദ്ധിപൂർവ്വമായി ചെയ്യുന്നത്. കാരണം ഈ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം തോൽക്കുന്നുള്ളത് അദ്ദേഹത്തിന് നല്ല ഉറപ്പാണ്. അത് കഴിഞ്ഞ് MP ആവില്ല, ഒന്നും ആവില്ല. അപ്പൊ ഈ സ്ഥാനങ്ങളും വേണ്ടേ? അതാണ് സംഭവം. പാവമായി ഇരുന്നോട്ടെ. ശരി, നമുക്ക് മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും ദീപു ആണ്. ശ്രീ ദീപു, താങ്കൾക്ക് എന്ത് തോന്നുന്നു? KPCC അധ്യക്ഷ സ്ഥാനത്ത് ഒരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ? ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം സുധാകരനെ പോലെ ഒരു നേതാവിന് ഈ ഇലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞ് KPCC സ്ഥാനം തിരിച്ചു കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഇത്ര അപമാനിക്കുന്ന വേറൊരു സംഭവം ഉണ്ടോ? രാഷ്ട്രീയമായിട്ട് തന്നെ അപമാനിക്കലല്ലേ? അങ്ങനെ അപമാനിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഈ എന്തുകൊണ്ടാണ് KPCC ഈ സുധാകരൻ നിന്നത്? ഞാനിപ്പോ BJP പോകും എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പൊ ഇവർക്ക് കേരളത്തിൽ BJP പോകാനുള്ള അറപ്പ് മാറിക്കഴിഞ്ഞു. പത്മജ പോയതോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ BJPക്ക് പോകുന്നുള്ള അറപ്പ് മാറിക്കഴിഞ്ഞതോടുകൂടി ഇനി പോണെങ്കിൽ അങ്ങ് പൊക്കോട്ടെ എന്നുള്ള ലെവലിലാണ് സുധാകരനെ വെച്ചോണ്ടിരിക്കുന്നത്. കാരണം സുധാകരൻ ഇനി അധികം അതിന്റെ ഇപ്പൊ തന്നെ രാഷ്ട്രീയമായിട്ട് തന്നെ അദ്ദേഹത്തിന് ഒരു സ്കോപ്പും ഇല്ല. അദ്ദേഹത്തിന്റെ സംസാരം കണ്ടാൽ തന്നെ അറിയാം തെക്കും വടക്കും ഇല്ലാത്ത വർത്താനാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല, ഈ K മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂർ വന്നത് തന്നെ തോറ്റാൽ KPCC സ്ഥാനം ഉറപ്പിച്ചുകൊണ്ടാണ് അയാള് ഈ തൃശ്ശൂർ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചാലും തോറ്റാലും മുരളിയുടെ തോൽവി ഉറപ്പാക്കിക്കൊണ്ട് തന്നെയാണ് മുരളിക്ക് ഈ KPCC പ്രസിഡന്റ് സ്ഥാനം കൊടുക്കുമെന്ന് തന്നെയാണ് ഇവരുടെ ഒരു ആകെ മൊത്തത്തിലുള്ള കാര്യം കണ്ടാൽ മനസ്സിലാവുന്നത്. ഇതുകൊണ്ടൊന്നും കോൺഗ്രസ് നേരെയാവുമ്പോഴല്ല. അവർ സത്യം ജനങ്ങളോട് തുറന്നു പറയണ്ടേ? ഇന്ന് തന്നെ മാത്യു കുഴൽനാടന്റെ ചെവുക്കുറ്റി അടിയല്ലേ കോടതി കൊടുത്തത്? നല്ല വിഷയം പ്രതീക്ഷിക്കുന്നു. നമുക്ക് മറ്റു പ്രശ്നങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒരു മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത എത്രത്തോളമാണ്? നമസ്കാരം. ഈ നാണം കെട്ട ഒരു പരിപാടിയായിപ്പോയി കേട്ടോ ഈ ക്വസ്റ്റ്യൻ. എന്താണ് കാരണം? നാല് ദിവസം കൊണ്ട് കോൺഗ്രസ് ചർച്ച ചെയ്യാണ്. 4 ദിവസം കൊണ്ട് ആര് ചർച്ചയാണ്? 4 ദിവസം കൊണ്ട് കോൺഗ്രസിന്റെ കേസ് ചർച്ച ചെയ്യാണ് ഈ ചാനലില്. ഇല്ലല്ലോ, പൊതുവേദി എടുക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് ഈ വിഷയം എടുക്കുന്നത്. അല്ല, 4 ദിവസമായിട്ട് ഇപ്പൊ ഈ ചർച്ചയല്ല. ഇന്ന് 4ാമത്തെ ദിവസവും കോൺഗ്രസിന്റെ. വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ കാരണം, അല്ല, കോൺഗ്രസ് അങ്ങനെ ചർച്ച ചെയ്യേണ്ട ഒരു പാർട്ടി അല്ലേ? ഹൈക്കമാൻഡ് ആണ് സുധാകരനെ മാറ്റി നിർത്തിയത്. ആ ഹൈക്കമാൻഡിന്റെ അംഗീകാരം വേണമായിരുന്നു. അത് ഹൈക്കമാൻഡ് അംഗീകാരം കൊടുത്ത് ചൊവ്വാഴ്ച ചാർജ് എടുക്കുമെന്ന് സകല ചാനലിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു. രാവിലെ മുതലുണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് എല്ലാ ചാനലിലും ഉണ്ട്, ഇന്നത്തെ പത്രങ്ങളിലുണ്ട്. താങ്കൾ മാത്രം ഇത് കണ്ടില്ല. നാളെ ചാർജ് എടുക്കുമെന്ന് ഏതെങ്കിലും താങ്കൾ കണ്ടോ? പത്രത്തിൽ കണ്ടോ? ഉണ്ട്, ഇന്നത്തെ ഏഷ്യാനെറ്റ് ചാനലിലുണ്ട്. ഏത് പത്രത്തിലാണ് താങ്കൾ കണ്ടത് നാളെ ചാർജ് എടുക്കുമെന്ന്? വാർത്ത ഉണ്ടായിരുന്നു. താങ്കൾ ഏത് പത്രത്തിലാണ് കണ്ടത്? ആ പത്രം ഒന്നുകൂടെ വായിച്ചു നോക്ക്. ഏഷ്യാനെറ്റ് ന്യൂസിലൊന്നും ഉണ്ടായിരുന്നല്ലോ. അതിലൊന്നും ഞങ്ങളാരും കണ്ടില്ല നാളെ ചാർജ് എടുക്കുമെന്നൊന്നും. എന്നാ ഒരു കാര്യം ചെയ്യാം, ഇതൊന്ന് തിരക്കി നോക്കാം. ഏഷ്യാനെറ്റിൽ മാത്രമല്ല ഉണ്ടായിരുന്നത്, മാറൂമി ഇതിലുണ്ടായിരുന്നു, മാറൂമി ചാനലിലുണ്ടായിരുന്നു. എന്തായാലും നാളെ ചുമതലയേൽക്കുമെന്ന് ഈ പ്രധാനപ്പെട്ട ചാനലുകളോ പ്രധാനപ്പെട്ട പത്രങ്ങളോ ഒന്നും അങ്ങനെ ഒരു വാർത്ത കൊടുത്തതായി ഞങ്ങൾ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ചാനലിലുണ്ടായിരുന്നു. ഞാൻ രാവിലെ 10 മണി തൊട്ട് കാണുന്നതാണ്. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ കണ്ടു. അങ്ങനെ ഉണ്ടാകുന്നെങ്കിൽ നല്ല കാര്യം, അങ്ങനെ ഉണ്ടാവട്ടെ. ശരി.
എന്തായാലും ഞങ്ങളുടെ അറിവ് അങ്ങനെയല്ല. ഞങ്ങളുടെ അറിവ് അക്കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ആ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. താങ്കൾക്ക് അതല്ല മറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ ആ അഭിപ്രായം പറയാം. താങ്കളുടെ സ്വാതന്ത്ര്യം തന്നെയാണ് താങ്കൾക്ക് അഭിപ്രായം പറയാനുള്ളത്. മറ്റൊരു പ്രേക്ഷകരുണ്ട്, കാസർഗോഡ് നിന്നും ശ്രീ മുകുന്ദനാണ്. ശ്രീ മുകുന്ദൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? KPCC അധ്യക്ഷ സ്ഥാനത്ത് കെ സുധാകരൻ തുടരാൻ സാധ്യതയുണ്ടോ, അതോ പകരം പുതിയ ആൾ വരാൻ സാധ്യതയുണ്ടോ? അയാളെ മാറ്റുന്നത് നല്ലതാണ് എന്റെ അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ അയാൾ ഈ ഓരോ സമയത്ത് പറയുമ്പോൾ എന്തെല്ലോ പോലാന്ന് പറയുന്നത്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ രീതിയിലെ വർത്തമാനമാണ് അയാളെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പിന്നെ പ്രായമായ അതിന്റെ ഒരു പ്രയാസം ഉണ്ട് അയാളെ സംസാരത്തിൽ. അത് കേൾക്കുന്ന ആള് നമ്മളിപ്പോ ചാനലിലെല്ലാം കാണുന്നല്ലേ പരിപാടിയെല്ലാം. അപ്പൊ ഇങ്ങനെയുള്ളവരെ മാറ്റണമെന്നാണ് പൊതുവെ കോൺഗ്രസ് നന്നാവണമെങ്കിൽ ഇങ്ങനെ പ്രായമുള്ളവരെല്ലാം മാറി ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കും. ഇപ്പം കസനാക്കി, കസനും പോരാ, ഒന്നും ഒരു ചാനലിൽ വന്നിട്ട് എന്തെങ്കിലും പറയാൻ പറ്റില്ല. പാർട്ടിക്ക് എന്തെങ്കിലും നല്ല ഒരു തീരുമാനം എടുക്കാൻ കഴിയും അയാൾക്ക്. എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞു പോകല്ലേ. ഒന്നാമത് പറഞ്ഞാൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ആർക്കും തന്നെ ഒരു പ്രസംഗിക്കേണ്ട കഴിവില്ല. കാണുന്നൊരു പത്രം നോക്കണം, എന്നാലല്ലേ ഇവര്. അങ്ങനെ കോൺഗ്രസിന്റെ നേതാക്കൾക്ക് പ്രസംഗിക്കാൻ കഴിവില്ലാന്ന് പറയുന്നത്, നല്ല ഒന്നാന്തരം പ്രാസംഗികരുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. നല്ല മികച്ച രീതിയിലൊക്കെ സംസാരിക്കുന്ന ആളുകളൊക്കെ ഉള്ള പാർട്ടി തന്നെയാണ്. എന്തായാലും മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. എരുമേലിയിൽ നിന്നും അൽത്താഫാണ്. ശ്രീ അൽത്താഫ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? KPCC പ്രസിഡന്റ് സ്ഥാനം ഇപ്പം ഹസനാണ് കൈകാര്യം ചെയ്യുന്നത്. കെ സുധാകരൻ സ്ഥിരമായിട്ട് പാർട്ടിക്ക് പണി കൊടുക്കുന്ന ഒരാളാണ്. ഈ പുള്ളിയുടെ ഒരു ദേശീയവും അതും ഒക്കെ പുള്ളിക്ക് സത്യം പറഞ്ഞാൽ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ യാതൊരു യോഗ്യത ഇല്ലാത്ത ഒരാളാണ്. കാരണം ഐ വിൽ ഗോ വിത്ത് BJP. എനിക്ക് തോന്നിയാൽ ഞാൻ BJP പോകുമെന്ന് പറഞ്ഞ ആളാണ് ഈ സുധാകരൻ. അയാൾ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കുന്ന തന്നെ ഔചിത്യമില്ലാത്തൊരു. അദ്ദേഹം ആ പറഞ്ഞതിന്റെ അർത്ഥം നമുക്ക് കേൾക്കുന്ന ഒരാൾ അങ്ങനെ പറയാതിരിക്കോ അദ്ദേഹത്തിന്റെ ഇത്. പക്ഷെ ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന്, ആ ഏത് ചോദ്യത്തിനുള്ള മറുപടി ആയിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് നമ്മൾ എല്ലാവരും കേട്ടതാണ്. പറഞ്ഞത് അത് കഴിഞ്ഞ് ഇലക്ഷന്റെ തലേദിവസം പറഞ്ഞിരുന്നത് എനിക്ക് തോന്നിയാൽ ഞാൻ പോകുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞു ബ്രൂണോ പട്ടി പോവില്ല, പട്ടി പോയാലും ഞാൻ പോകില്ല എന്നൊക്കെ പറയുന്നു. ഇത് ഇപ്പൊ KPCC പ്രസിഡന്റ് സ്ഥാനം പോയി കഴിഞ്ഞാൽ മൂപ്പര് എങ്ങോട്ട് പോകും നമുക്ക് കണ്ടു തന്നെ അറിയണം. വേറൊരു കാര്യമുണ്ട്, അത് നമ്മൾ കുറെ കാലമായി പല കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നാളെ അവർ പോകും മറ്റന്നാൾ പോകും എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കുന്നല്ലേ. അവരാരും അങ്ങനെ പോയിട്ടൊന്നും ഇല്ലല്ലോ. മറ്റന്നാൾ പോയവരുണ്ടല്ലോ, നമ്മുടെ അനിൽ ആന്റണി, ഈ പത്മജ വേണുഗോപാൽ. അങ്ങനെ ഒരു കോൺഗ്രസിന്റെ പത്മജ വേണുഗോപാൽ അല്ലാതെ അനിൽ ആന്റണി ഒന്നും കോൺഗ്രസിന്റെ അങ്ങനെ ഒരു നേതാവായി കണക്കാക്കാവുന്ന കെ സുധാകരന്റെ കാര്യം. വേറൊരു കാര്യമുണ്ട്, കെ സുധാകരൻ മാറിക്കഴിഞ്ഞാൽ പകരം ആരെന്നുള്ള ഒരു ചോദ്യമുണ്ട്. ആരാണ് പകരം ഉള്ളത്? ഒന്നാമത് VD സതീശനുമായിട്ട് കെ സുധാകരൻ ഡെയിലി വഴക്കാണ്. അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്ന വാക്കുകളൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ഇവര് പോയി കഴിഞ്ഞാൽ പകരം ആരെന്നുള്ളതുണ്ട്. പിന്നെ കെ സുധാകരനെ കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് വേറൊരു സ്ഥാനം പുള്ളിക്ക് കൊടുക്കണം. അല്ലെങ്കിൽ പുള്ളി MP സ്ഥാനം കാണുമായിരിക്കും, എന്നാലും പുള്ളി MP സ്ഥാനം കൊണ്ടൊന്നും നിൽക്കുന്ന ഒരാളല്ല കെ സുധാകരൻ. സ്ഥാനമോഹിയാണ്. എന്തെങ്കിലും കുറെ പാടുപെട്ടിട്ടാണ് പുള്ളി KPCC പ്രസിഡന്റ് സ്ഥാനമായത്. അതുകൊണ്ട് തന്നെ ഇനി പുള്ളിയെ മാറ്റുവാണെങ്കിൽ BJPയിലൊക്കെ ഉള്ള ഒരു വഴി തുറക്കുന്ന നടപടിയാവും. പുള്ളി മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, മാറ്റം തോന്നുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെത്. നമുക്ക് മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. PK രഘുചന്ദ്രൻ പിള്ളയാണ്. ശ്രീ രഘുചന്ദ്രൻ പിള്ള, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം, എന്റെ പേര് TK രവിചന്ദ്രൻ പിള്ള, അഞ്ചാലുമോട്. ഓക്കെ, പറഞ്ഞോളൂ. പിന്നെ നമസ്കാരം. കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവേ ആരാണ് ഇവിടുത്തെ ഇപ്പൊ ഈ പറഞ്ഞ പൊതുവേദി ചർച്ച ചെയ്തവർക്ക് അറിയത്തില്ല. കെ സുധാകരൻ രാവിലെ എണീക്കുമ്പോൾ, പൊതുപ്രവർത്തനത്തിന് വേണ്ടി പോവാൻ എണീക്കുമ്പോൾ കെ സുധാകരന്റെ അമ്മ ഒരു വാക്കേ പറഞ്ഞിട്ടുള്ളൂ, എന്നെ കണ്ടിട്ടേ മോൻ പോവാവൂ. എന്നെ കണ്ടിട്ട്, രാവിലെ കണ്ടിട്ട് മോൻ എവിടെയും പോവാവൂ എന്ന് പറഞ്ഞാൽ ആ അമ്മയ്ക്ക് മനസ്സിൽ ആശങ്ക ഉണ്ടായിരുന്നു. ആ കെ സുധാകരൻ തിരിച്ചു വീട്ടിൽ വന്നാ മതി, തിരിച്ചു വീട്ടിൽ വരും എന്നൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു അമ്മയ്ക്ക്. കാരണം പറയാ, സുധാകരനെ ആക്രമിക്കാൻ LDFന്റെ പല നേതാക്കന്മാരും കച്ചകെട്ടിയിരുന്നിട്ടുണ്ട്. ആ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സുധാകരൻ രാവിലെ എണീക്കുമ്പോൾ അമ്മയെ കണ്ടിട്ടേ പോവാനുള്ളെന്ന്. അങ്ങനെയുള്ള സുധാകരൻ മരിക്കുന്നവരും വരെ കോൺഗ്രസ്സുകാരനാ. എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അയാൾ മരിക്കുന്നവരും വരെ KPCC പ്രസിഡന്റായിട്ട് ഇരിക്കണം. കാരണം സുധാകരൻ വന്നാല് പാർട്ടിക്ക് അടിത്തറ ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ ഇപ്പൊ ഈ സംസാരിച്ച ആൾക്കാരൊക്കെ വെറും വിഡ്ഢികളാണ്. കാരണം എന്താ അറിയോ, സംസാരിച്ച എല്ലാവരും വിഡ്ഢികളാണെന്ന് പറയാൻ പറ്റും. അവർക്ക് അവരുടേതായ അഭിപ്രായം, താങ്കൾക്ക് താങ്കളുടെ അഭിപ്രായം. അവര് രാഷ്ട്രീയ സുധാകരൻ ആരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയാം, CPMകാർക്ക് അറിയാം. കണ്ണൂർ ഇപ്പൊ നമ്മളെ പിണറായി വിജയന്റെ മണ്ഡലത്തിൽ, ധർമ്മട മണ്ഡലത്തിൽ സുധാകരനാണ് ഏറ്റവും കൂടുതൽ വോട്ട്. പല തവണ അസം പാർലമെന്റിന്റെ തെരഞ്ഞെടുപ്പിൽ അവിടെ കോൺഗ്രസിന് നിന്ന് മത്സരിച്ച കെ സുധാകരൻ അവിടെ വോട്ട്. കണ്ണൂര് ലോകസഭാ താങ്കൾ ആ വോട്ട് കണക്കൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ്. സുധാകരൻ ആരാണ് ഇവിടുത്തെ അത് ശരി, അത് താങ്കളുടെ അഭിപ്രായം, അത് ശരി. പക്ഷെ വോട്ടിന്റെ കണക്ക് പറയുമ്പോൾ ആ കണക്കുകൾ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കുന്നത് എന്തായാലും നന്നാവും എന്ന് തോന്നുന്നു. നമുക്ക്
5-ാമത്തെ ട്രിപ്പോ 6-ാമത്തെ ട്രിപ്പാണ് കോൺഗ്രസിന്റെ കാര്യം ചർച്ച ചെയ്യുന്നത്. KPCC പ്രസിഡന്റ് സുധാകരന്റെ KPCC പ്രസിഡന്റ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് പൊതുവേദി ആദ്യമായിട്ടാണ്. ഇല്ല, രാഹുൽ ഗാന്ധി മത്സരിച്ചു കഴിഞ്ഞാൽ അത് വയനാട് ജില്ലയ്ക്ക് ചെയ്തത് തെറ്റാണോ? നിങ്ങൾ EP ജയരാജനെ BJPയുമായിട്ട് ദേശീയ നേതാക്കന്മാരുമായിട്ട് ചർച്ച നടത്തി. ഈ BJPയുടെ ഈ EP ജയരാജന്റെ കാര്യം ചർച്ച നടത്തിയോ? ചർച്ച നടത്തിയല്ലോ. ഞങ്ങള് രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുമോ എന്നുള്ള വിഷയവും രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കുന്നത് ശരിയാണോ എന്നുള്ള വിഷയവും EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തിയ വിഷയവുമൊക്കെ പലതവണ ചർച്ച ചെയ്താണ്. ഇത് ഏതെങ്കിലും ഒരു പാർട്ടിയായാലും ഈ രണ്ട് പാർട്ടികളെ സംബന്ധിച്ച് CPM-നെ ആയാലും കോൺഗ്രസ് ആയാലും കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളാണ്. ആ പാർട്ടികളെ സംബന്ധിച്ച വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ച ചെയ്യും. ഇന്ന് തന്നെ കോൺഗ്രസിന്റെ ഒരു MLA കൊടുത്ത പൊതു താല്പര്യ ഹർജി അത് ജഡ്ജിയുടെ എന്ന് പറഞ്ഞാൽ ജഡ്ജിയെ സ്വാധീനിച്ചായിരിക്കും, വിജിലൻസ് ജഡ്ജിയെ സ്വാധീനിച്ചായിരിക്കും. അതങ്ങനെ പറയാൻ കഴിയുമോ? മാത്യു കുഴൽനാടൻ കൊടുത്ത ഹർജി സംബന്ധിച്ച് ഞങ്ങൾ പല തവണ വാർത്ത കൊടുത്താണ്. ഇന്നത്തെ വാർത്തയും അന്വേഷണ ആവശ്യം തള്ളിയ വാർത്തയും കൊടുത്തു. അത് വാർത്ത എപ്പോഴും അനുകൂലമാകുമ്പോൾ മാത്രം കൊടുക്കുകയും എതിർക്കുമ്പോൾ കൊടുക്കാതിരിക്കുകയും ചെയ്യാൻ കഴിയില്ലല്ലോ. അല്ല, ഇത് കോൺഗ്രസിന്റെ കാര്യം ചർച്ച ചെയ്യാൻ കോൺഗ്രസ് സുധാകരൻ ആരാന്ന് ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് അറിയാം. ശരി, സമ്മതിച്ചു. പക്ഷെ ഞങ്ങൾക്കത് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. കോൺഗ്രസ് അല്ലാതെ BJP പോകുന്ന നേതാവൊന്നുമല്ല സുധാകരൻ. ശരി, അത് താങ്കളുടെ അഭിപ്രായം താങ്കൾ പറഞ്ഞോളൂ. എന്തായാലും ഞങ്ങൾക്ക് ഇത്തരം വിഷയങ്ങൾ അത് കോൺഗ്രസ് ആയാലും CPM ആയാലും BJP ആയാലും CPI ആയാലും ലീഗ് ആയാലും ഒക്കെ ഇത്തരം വിഷയങ്ങൾ താല്പര്യത്തിനനുസരിച്ച് ആ പാർട്ടിയുടെ വലിപ്പം അനുസരിച്ച് പലപ്പോഴും ആവർത്തിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. അത് സ്വാഭാവികം തന്നെയാണ്. മറ്റൊരു പ്രേക്ഷകൻ കൂടിയുണ്ട്. എന്തായാലും ഇതിൻ്റെ പൊതുവേദിയുടെ സമയം അവസാനിച്ചെന്ന് PCL നിന്ന് അറിയിക്കുകയാണ്. എന്തായാലും പ്രേക്ഷകർ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പ്രകടിപ്പിച്ചത്. ചിലരെങ്കിലും സുധാകരനെ പോലുള്ള നേതാവ് തുടരണം എന്ന അഭിപ്രായം പറഞ്ഞവരും സുധാകരൻ മാറേണ്ട സമയമായി എന്ന് പറഞ്ഞവരും പോസിറ്റീവായി പ്രായമായ നേതാക്കളൊക്കെ മാറി ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണമെന്ന് വളരെ ക്രിയാത്മകമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ പ്രേക്ഷകരുമുണ്ട്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.